നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണെന്ന് AICC വ്യക്തമാക്കുകയുണ്ടായി. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായ ഫാറൂഖ് അബ്ദുള്ളയും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയും കൃത്യമായി സീറ്റ് ഷെയറിങ്ങിൽ ഒരു ധാരണയിലേക്ക് എത്തിയത് BJPക്ക് കല്ലുകടി ഉണ്ടാക്കിയിരിക്കുകയാണ്. 51 സീറ്റുകളിൽ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും 32 സീറ്റുകളിൽ കോൺഗ്രസും എന്ന രീതിയിലാണ് സീറ്റ് കൃത്യമായി വീതിച്ചിരിക്കുന്നത്. അതിനകത്ത് 5 സീറ്റുകളിൽ സൗഹൃദ മത്സരമായിരിക്കും. അതിനകത്ത് കശ്മീർ താഴ്വരയിലെ സീറ്റുകളും അതുപോലെ തന്നെ ജമ്മുവിലെ ഒരു സീറ്റും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം സഖ്യകക്ഷികളായിട്ടുള്ള പാന്തേഴ്സ് പാർട്ടിക്കും CPIMനും ഓരോ സീറ്റ് വീതവും ഈ ഇന്ത്യ മുന്നണിയിൽ വീഴ്ച നൽകിയിട്ടുണ്ട്. മെഹബൂബ മുഫ്തിയുടെ PDP ഈ സഖ്യത്തിൻ്റെ ഭാഗം അല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടും ഗുണകരം തന്നെയെന്നാണ് ഇരു പാർട്ടികളും ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന് കാരണം അവർ വ്യക്തിത്വമില്ലാത്ത രീതിയിലാണ് നിലപാടെടുക്കുന്നത്. BJPയുമായി വരെ വർഗീയ കൂട്ട് നടത്തിയ അവരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത്രയേറെ ദുരനുഭവം ഉണ്ടായിട്ടും തിക്താനുഭവം ഉണ്ടായിട്ടും അവർ പാഠം പഠിച്ചില്ല എന്ന് ഒമർ അബ്ദുള്ള അതുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞത്. നമുക്കറിയാം, 90 നിയമസഭാ സീറ്റുകൾ, അവിടെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം 46. അസാധ്യമായ ഒന്നും തന്നെ ഇല്ല. ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ മുന്നണി വിജയിക്കും എന്നത്. എന്നാൽ വിജയിച്ചാൽ പോലും അവിടെ ലഫ്റ്റനന്റ് ജനറൽ എന്നത് മനോജ് സിൻഹയാണ്. അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ കശ്മീരിൽ കാര്യങ്ങൾ നടക്കൂ എന്ന ആശ്വാസത്തിലാണ് BJP. പക്ഷേ സംസ്ഥാന പദവി ലഭ്യമാകേണ്ടതിൻ്റെ അനിവാര്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോക്സഭയിൽ ചർച്ച ചെയ്യുകയും സുപ്രീം കോടതിയിൽ നീങ്ങുകയും ചെയ്യാനാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ജനാധിപത്യത്തിനേക്കാൾ വലുതായി ഒന്നുമില്ല. രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ മാത്രമാണ് ദേശീയ നേതൃത്വത്തിന് ഇടപെടാൻ കഴിയുന്നത്. അതല്ലാതെ ജനങ്ങളുമായി ബന്ധപ്പെട്ട നിത്യ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ കീഴ്വഴക്കങ്ങൾ ഒന്നും തന്നെ ദേശീയ നേതൃത്വം ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെയാണ് BJP അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നത്. വിടക്കാക്കി തനിക്കാക്കുക എന്നത് ഏതൊരു സംസ്ഥാനത്തും അവർ പയറ്റുന്ന ജാലവിദ്യയാണ്. അത് ഈ പ്രദേശത്ത് നടക്കില്ല എന്നുള്ളത് ഫാറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം സൽമാൻ ഖുർഷിദും അതോടൊപ്പം KC വേണുഗോപാലും കൊടുമ്പരി കൊണ്ട ചർച്ചയ്ക്കൊടുവിലാണ് 51-32 എന്ന രീതിയിൽ സീറ്റ് സഖ്യത്തിൻ്റെ ഭാഗമായി നീക്കിയത്. എന്നാൽ ഒട്ടനവധി പ്രശ്നങ്ങൾ സങ്കീർണമായി പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു എന്ന വാദഗതി, അതിനെ തള്ളിക്കളയാൻ പൂർണ്ണമായും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉടലെടുത്താൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വവുമായി സഹകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. എന്നാൽ ഞങ്ങളെ അവിശ്വസിക്കാനും ഞങ്ങളെ പുകച്ച് പുറത്തിയടിക്കാനും ഞങ്ങൾ അധികാരത്തിൽ വരാതിരിക്കാനും വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഫലം മറ്റൊന്നായിരിക്കും. അതായത് ഞങ്ങൾ നിയമ വഴി തേടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോഴാണ് നിങ്ങൾ തോന്നുന്ന വിധത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കിയത്. ഇപ്പോഴതല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായും നിയമ നടപടികൾ മാറ്റപ്പെടേണ്ടതായി ഉണ്ട്. കശ്മീരിലെ പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം.